അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമൻ യാ കരീം. അല്ലാഹുമ്മ അഅതിനാ അൽ-ഇഖ്ലാസ് വസ്ദദ് ഈമാനനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ആദരണീയരായ സത്യവിശ്വാസി സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങൾ എപ്പോഴും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ആ സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പണ്ഡിതന്മാരുടെ പഠന സെക്ഷനുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അശ്ശിതാഉ തണുപ്പ് എന്നുള്ളത് ഗനീമത്തുൽ ആബിദീൻ, ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളുടെ ഒരു ഗനീമത്ത് സ്വത്ത്, ഒരു യുദ്ധാർജിത സ്വത്ത് എന്നൊക്കെ പറഞ്ഞതുപോലെ കളഞ്ഞു കിട്ടിയ വലിയൊരു അവസരമായിട്ടാണ് തണുപ്പ് കാലത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത്. ഒരു ഗനീമത്ത് സ്വത്തിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ്, അഥവാ ധാരാളമായിക്കൊണ്ട് ഇബാദത്തിലേക്ക് മുഴുകാനുള്ള ഒരു അവസരമായിക്കൊണ്ടാണ് തണുപ്പ് കാലത്തേക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു തണുപ്പത്ത് ധാരാളമായിക്കൊണ്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓതിയിട്ടില്ല, നമ്മൾ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നേരെ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് ബാക്കിയുള്ളതിലേക്ക് പോവാം. മാലിക് യൗമിദ്ദീൻ എന്നുള്ളിടത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതുവരെയുള്ളതിൻ്റെ ആശയം നമ്മൾ പറഞ്ഞു, അതുവരെയുള്ളതിൻ്റെ മസ്അലകൾ നമ്മൾ ചർച്ച ചെയ്തു, അതിലെ വിശ്വാസ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു, ഇതിലുള്ള തൗഹീദിൻ്റെ തലങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ചർച്ചയ്ക്ക് മുമ്പായിക്കൊണ്ട് നമുക്കൊന്ന് പാരായണത്തിലേക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين. الرحمن الرحيم. الرحمن الرحيم. الرحمن الرحيم. الرحمن الرحيم. مالك يوم الدين. مالك يوم الدين. مالك يوم الدين. مالك يوم الدين. الحمد لله رب العالمين. الحمد لله رب العالمين. الرحمن الرحيم. الرحمن الرحيم. مالك يوم الدين. مالك يوم الدين. ഇവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട അൽഹംദുലില്ലാ ഹ തന്നെ വരണം, പിന്നെ ഹംദ് ആ ഹ എന്നുള്ള ഉച്ചാരണം തന്നെ പുറത്തു വരണം. അപ്പൊ ശരിക്കും ഫാത്തിഹ മനപ്പാടുള്ളതുകൊണ്ട് നമ്മൾ ശരിക്കും ആ ഒരു ഒഴുക്കിൽ ഓതുള്ളൂ. അത് ഹ എന്നുള്ള ഉച്ചാരണം വരണം. കാറ്റ് വരിക എന്നുള്ളത് ഹ എന്ന് നമ്മളിപ്പോ കേട്ടില്ലേ, അതേപോലെ തന്നെ ഉച്ചാരണം വരുന്നത്. അതേപോലെ തന്നെ ഐൻ തന്നെ കേൾക്കണം. അത് ആ രീതിയിൽ തന്നെ വെളിവാക്കി കേൾപ്പിക്കണം എന്നുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. 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 ഇത്ര മതിയോ? നമുക്ക് അറിയുന്നതും ഭൂരിഭാഗം ആളുകൾ ശരിയാക്കി തന്നെയാണ് ഫാത്തിഹ ഓതാറുള്ളതെന്ന് തന്നെയാണ് മനസ്സിലാക്കുക. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തജ്വീദിന്റെ പറയുമ്പോൾ പറഞ്ഞിരുന്നു, രണ്ട് കാര്യങ്ങളാണ് തജ്വീദിൽ ശ്രദ്ധിക്കേണ്ടത്. ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഉച്ചാരണത്തിൽ ഒന്ന് അതിന്റെ മഖ്റജ്, ഉത്ഭവം ശ്രദ്ധിക്കുക. രണ്ടാമത് സിഫത്ത്, അതിന്റെ ഉച്ചാരണ രീതി ശ്രദ്ധിക്കുക. മഖ്റജും സിഫത്തുമാണ് ഒരു അക്ഷരത്തിന് നമ്മൾ റെഡിയാക്കേണ്ടത് എന്നുള്ളതാണ്. അത് നമ്മൾ ഓതി തന്നെ പഠിക്കണം. അറിയുന്ന ആളുകൾക്ക് കേൾപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കണം, ഓതി പഠിക്കണം എന്നുള്ളതാണ്. അങ്ങനെ തന്നെ അതാ ചില ആൾക്കാർ രണ്ട് തരത്തിലാണ് ആൾക്കാരുണ്ടാവുക. ചില ആൾക്കാർ ഫാത്തിഹന്റെ ആശയങ്ങളൊക്കെ അറിയിക്കും, വിശദീകരണം അറിയിക്കും, പക്ഷെ പാരായണത്തിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയൊരു അവസരമാണ് ഇവിടെ ഈ ബഹ്റൈനിൽ ജീവിക്കുക എന്നുള്ളത്. നമുക്ക് ഒരുപാട് അറബിയിലുള്ള പണ്ഡിതന്മാര്, അല്ലെങ്കിൽ അറബികൾക്കാണ് ഏറ്റവും നന്നായി ഖുർആൻ അറിയാന്നുള്ളത് നമുക്കറിയാം. നമുക്ക് പരിചയത്തിലുള്ള ഒരുപാട് അറബികൾ ഉണ്ടാവും. നമ്മൾ എന്താക്കുക, ഇപ്പോൾ പല പള്ളികളിലും പല ചെറിയ വിദ്യാർത്ഥികൾക്ക് എടുക്കുന്ന അറബി ഉസ്താദന്മാരോടൊക്കെ ഇന്റെ ഫാത്തിഹ ഒന്ന് റെഡിയാണെന്ന് ചോദിച്ചിട്ട് നമ്മളെന്താക്കുക, ഓതിപ്പിച്ചു കൊടുക്കുക, ഓതിക്ക് കൊടുക്കുക, എന്നിട്ട് ശരിയാണോ നോക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത്, ആ ഒരു അവസരം മുതലാക്കുക എന്നുള്ളതും അതേപോലെ തന്നെ നമ്മുടെ ഫാത്തിഹ റെഡിയാക്കുക എന്നുള്ളതിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുക. ഫാത്തിഹ റെഡിയാക്കി തന്നെ ഒരുപാട് സൂറത്ത് റെഡിയാകും. കാരണം ഫാത്തിഹയുടെ അക്ഷരങ്ങൾ തന്നെയാണ് മിക്ക സൂറത്തുകളിലുള്ളത്. ഫാത്തിഹയുള്ള നിയമങ്ങൾ പല സൂറത്തുകളിലുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി നമ്മൾ നേരെ ആശയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ബസ്മൽ എന്താണെന്ന് പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇസ്തിആദ എന്താണെന്ന് പറഞ്ഞു, അർറഹ്മാനിർ റഹീം എന്താണെന്ന് പറഞ്ഞു, മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുൽക്കിനെ വിളിച്ചോതുന്നതാണ് എന്ന്, അഥവാ അള്ളാഹുവിന്റെ അധികാരത്തെ വിളിച്ചോതുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ അൽഹംദു, ഹംദ് കൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥനകൾ നമ്മൾ ഒരു 3 നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹംദിന് ഒരുപാട് ഫളലുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസിൽ, നമ്മളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കേട്ട ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ഹദീസ് ഓർമ്മ വന്നപ്പോൾ പറയാമെന്ന് മാത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ നമുക്കൊരു ഖദർ, അഥവാ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഒരു നഷ്ടം സംഭവിച്ചു. ആ സംഭവിച്ചു കഴിഞ്ഞാൽ പല രീതിയിലാണ് ആൾക്കാരുണ്ടാവുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ആ ഒരു വിധിയിൽ നിരാശനാവും. മറ്റൊരു വിഭാഗം എന്നുള്ളത് സഹിക്കും. ഉദാഹരണത്തിന് ഒരാൾക്ക് വാപ്പാക്ക് ഒരു മോൻ നഷ്ടപ്പെട്ടു, അത് സഹിക്കും പല ആൾക്കാരും. അഥവാ ആ സങ്കടം സഹിച്ച് ചിലപ്പോൾ കരച്ചിൽ തീരും. അല്ലാതെ ചില ആൾക്കാരെ പോലെ ഇതെന്താ എനിക്ക് ഇങ്ങനെ ഒരു വിധി എന്ന ശാപവാക്കിലേക്കൊന്നും മടങ്ങാതെ ആ ഖദറിൽ, ആ വിധിയിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. മൂന്നാമതൊരു വിഭാഗത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, അതാണ് ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ ദർജയെക്കൊണ്ട് പഠിപ്പിക്കുന്നത്. അഥവാ ആ ഏറ്റ വിധിയിൽ തൃപ്തിപ്പെടുകയും അള്ളാഹുവിന് ഹംദ് പറയുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അഥവാ നമുക്കിപ്പോ ഒരു ഏറ്റവും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, റസൂൽ ഒരു ഹദീസ് ഉണ്ട്, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹ് ചോദിക്കുന്ന ജിബ്രീലിനോട്, മലക്കുകളോടല്ല, ജിബ്രീലിനോടല്ല മലക്കുകളോട് ചോദിക്കും, മലക്കുകളെ നിങ്ങൾ എന്തിനാണ് എൻ്റെ മകന്റെ എൻ്റെ അടിമയുടെ ഇന്ന് എൻ്റെ അടിമയുടെ മകന്റെ റൂഹ് നിങ്ങൾ പിടിച്ചു കളഞ്ഞില്ലേ എന്നുള്ള ചോദിക്കുന്നു. അഥവാ നമ്മുടെ ഓരോരുത്തരുടെയും മകൻ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിനോട് ചോദിക്കുന്ന, നിങ്ങൾ ഇന്ന് എൻ്റെ അടിമയുടെ മകന്റെ റൂഹ് നിങ്ങൾ പിടിച്ചു കളഞ്ഞില്ലേ എന്ന് ചോദിക്കും.
എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആ സമയത്ത് അവൻ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നത്. അപ്പോ ആ ഹദീസിൽ കാണാം, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിനോട് മലക്കൾ തിരിച്ചു പറയുന്നു, അള്ളാഹു നിന്റെ ഇന്ന അടിമ ഹംദ് പറയുകയും ഇസ്തിർജാ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നു. ഹംദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, ഇസ്തിർജാ എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ആ ഹദീസിൽ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഇസ്തിർജാഇനു നമ്മളൊക്കെ മരണ വാർത്ത കേട്ട അല്ലെങ്കിൽ ദുരന്ത വാർത്ത കേട്ട ഫസ്റ്റ് പറയാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ആണ്. അതിനു മുമ്പ് പോലും ഹംദിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗണന കൊടുത്തത്. ഹംദിന് അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ്. അഥവാ അങ്ങനെയാണ് ഹദീസിൽ അഥവാ അത് തൃപ്തിയുടെ അങ്ങോട്ട് അത് ഉള്ളിന്ന് വരുന്നതാണ്. അതൊരു വാപ്പ മോൻ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അൽഹംദുലില്ലാ പറഞ്ഞാൽ പറ്റിയെന്ന് വരില്ല. അൽഹംദുലില്ലാ എന്നുള്ളത് അഥവാ ശരിക്കും ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ഒരു ദിക്ർ. നമുക്ക് മോശമായ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ചെല്ലേണ്ട ഒരു ദിക്റായിക്കൊണ്ട് പണ്ഡിതന്മാരെ പഠിപ്പിച്ചത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നുള്ള. അതിന്റെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയിലും പഠിച്ചോന് സ്തുതി എന്നുള്ളത്. അത് എല്ലാവർക്കും പറയാൻ പറ്റിയെന്ന് വരില്ല. സന്തോഷാവസ്ഥയിലാണ് നമ്മൾ അൽഹംദുലില്ലാ പറയല്. ഒരു ദുഃഖാവസ്ഥയിൽ ആരെങ്കിലും അൽഹംദുലില്ലാ വന്നു പോകലില്ല. അപ്പൊ അൽഹംദുലില്ലാന്റെ ആശയം ഏതവസ്ഥയിലും. ഇപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ് ഉണ്ട്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ബാധിക്കുന്നതെല്ലാം ഖൈറാണെന്ന് റസൂൽ പറഞ്ഞ ഹദീസാണ്. ആ ഹദീസ് നമ്മൾ ഈ ഹംദിനോട് ചേർത്ത് വെക്കണം. അതോ റസൂൽ പറയാ, ഒരു മുഅ്മിനെ അവൻ എന്തൊക്കെ ബാധിച്ചാൽ അതൊക്കെ ഖൈറാണ്. അവന് ഖൈർ ബാധിച്ചാൽ ശക്കറ, അവന് അതിന് നന്ദി കാണിക്കും. അപ്പോ അവന് ആ വിധി ഖൈറായി മാറും. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇനി അവന് ഷർറ് ബാധിച്ചു കഴിഞ്ഞാൽ സ്വബറ, അവൻ ക്ഷമിക്കും. അപ്പോ അതും അവൻ എന്തായി മാറും? ഖൈറായി മാറും എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു അപ്പോ മകൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കും. അപ്പൊ അതും എന്തായി? അവന് ഖൈറായി മാറുന്നു. ഇത് അള്ളാന്റെ ഒരു വിധിയാണ്, അതിൽ ഞാൻ തൃപ്തിപ്പെടുന്നു, അൽഹംദുലില്ലാ പഠിച്ചോൻ നിന്ന പഠിച്ചോൻ എടുത്ത് എന്നൊരു വിശ്വാസത്തിൽ എപ്പോഴും എന്റെ ദുഃഖവേളയിലും സന്തോഷവേളയിലൊക്കെ പഠിച്ചോന് നിനക്കാണ് എപ്പോഴും സ്തുതി എന്നൊരു ഈമാനിക തലത്തിൽ അൽഹംദുലില്ലാ പറയാൻ കഴിയണം. എല്ലാവർക്കും പറയാൻ പറ്റിയത് അത് പറഞ്ഞില്ല, തെറ്റൊന്നുമില്ല കേട്ടോ. ഒരു ഹറാമോ അല്ലെങ്കിൽ ഭയങ്കര കുറ്റമൊന്നുമല്ല. ഈ പിന്നെ ഈ ഏറ്റ ആഘാതത്തിൽ അൽഹംദുലില്ലാ പറയാ എന്നുള്ളത് ഒരു തെറ്റൊന്നുമല്ല. അതൊക്കെ ഭയങ്കര ഈമാനുള്ള ആൾക്കാർ കഴിയുന്ന ഒരു കാര്യം. അങ്ങനെ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇസ്തിർജാഇന്റെ മുമ്പ് പോലും, ഇന്നാലില്ലാന്റെ മുമ്പ് പോലും അള്ളാഹ് മുൻഗണന കൊടുത്തൊക്കെ അൽഹംദുലില്ലാ കൊടുത്തുന്ന. എന്നിട്ട് ഹദീസിന്റെ വാക്കി കാണാം, അങ്ങനെ ആ ദുഃഖവേളയിൽ പോലും ഹംദ് പറഞ്ഞതിന്റെ ഫലമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമക്ക് ബൈത്തുൽ ഹംദ് എന്ന പേരിൽ ഒരു വീട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പണി കഴിപ്പിച്ചു കൊടുക്കുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. രണ്ടാമതായിക്കൊണ്ട് അർ-റഹ്മാൻ റഹീം, കരുണാവാരിധിയായ, എല്ലാത്തിനോടും കരുണ കാണിക്കുന്ന, പരലോകത്ത് പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളോട്, പരലോകത്തും ഇഹ്ലോകത്തും മുഅ്മിനീങ്ങളോട് പ്രത്യേകം ഇഷ്ടം കാണിക്കുന്ന, കാരുണ്യം കാണിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് നമ്മൾ അർ-റഹ്മാൻ റഹീമിന് വെക്കണം. ഇപ്പോൾ അർ-റഹ്മാൻ റഹീമിനൊക്കെ ആശയം വെക്കുമ്പോൾ നമുക്ക് പറ്റാറുള്ള ഒരു അബദ്ധം വെച്ചാൽ പരമകാരുണികൻ എന്ന് നമ്മൾ അർത്ഥം വെക്കും. രണ്ടാമത്തെ കരുണാവാരിധി എന്ന് നമ്മൾ അർത്ഥം വെക്കും, അല്ലെ കരുണാനിധി അല്ലെ കരുണാവാരിധി. അപ്പൊ നമ്മൾ അർത്ഥം വെക്കാറുള്ളത് മുഅ്മിനീങ്ങളോട് പരലോകത്ത് പ്രത്യേകിച്ച് കരുണ കാണിക്കുന്നത് മാത്രമല്ല അതിന്റെ അർത്ഥം. ഇഹലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞിരുന്നു. അള്ളാനെ തഖ്വ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അള്ളാഹ് ഒരു ദുനിയാവും തന്നെ അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മഖ്റജ് കൊടുക്കും, ഒരു എക്സിറ്റ് കൊടുക്കുന്ന, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എക്സിറ്റ് കൊടുക്കുന്ന. പിന്നെ അതേപോലെ തന്നെ ഇസ്തിഗ്ഫാറിന്റെ മഹത്വമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മഹത്വങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുന്ന മുഅ്മിനീങ്ങളാണ്. ആ ഇസ്തിഗ്ഫാർ നടത്തി കഴിഞ്ഞാൽ അള്ളാഹു അവര് ധാരാളമായിക്കൊണ്ട് ദുനിയാവിൽ കൊടുക്കുന്ന 5ഓളം ലാഭങ്ങൾ നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അർ-റഹീമിൽ പെടുന്ന കാരുണ്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ അർ-റഹീം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വിശദീകരിക്കണം, ഒരുപാട് വിശദീകരിച്ചു പോകേണ്ടി വരും. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഖിയാമത്ത് നാളിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന, അന്ത്യദിനത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ് മാലിക് യൗമിദ്ദീന്റെ ആശയം നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ യൗമുദ്ദീന്റെ പല പേരുകൾ പറഞ്ഞു. മഹ്ശറ, ഖിയാമ, പിന്നെന്തൊക്കെ പറഞ്ഞിരുന്നു? യൗമുൽ ഹിസാബ്, യൗമുൽ വാഖിഅ, യൗമുൽ ഹാഖ, പിന്നെ യൗമുൽ ജസാ ഉണ്ട്.
യൗമുൽ ഹിസാബ്, അസ്സാ, യൗമുസ്സാ എന്നുണ്ട്, അൽ ഖാരിഅ, യൗമുൽ ഖാരിഅ എന്നുണ്ട്. അങ്ങനെ നിരവധി പേരുകളുണ്ട്. അതൊക്കെ ഓർമ്മയുണ്ടായിക്കോട്ടെ. ശരിക്കും ഈ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ വിവിധ പേരുകൾ ഉണ്ടാകാൻ കാരണം വിവിധ ഇതിന്റെ ആശയ തലങ്ങളെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഇയ്യാക നഅ്ബുദു കടക്കാം. ഇയ്യാക നഅ്ബുദു ഒരു വലിയ വിഷയമാണ്. മാലിക് യൗമിദ്ദീൻ മനസ്സിലാക്കേണ്ടത് പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നാണ് അതിൻ്റെ ഒരു ആശയം. ആ ആയത്ത് പഠിക്കുമ്പോൾ, ആശയം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വരേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, പ്രതിഫല ദിവസം എന്നുള്ളത് വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈമാൻ കാര്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖൈരി ഖദരിഹി വ ശർരിഹി. ഖദറിലുള്ള ഷെറിലും ഖൈറിലും അന്ത്യദിനത്തിൽ, ഇങ്ങനത്തെ 6 ഈമാൻ കാര്യം ഉണ്ടായി. 5-ാമത്തതാണ് ഖിയാമത്ത് സാ. അതുകൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിയാമത്ത് നാൾ സംഭവിക്കണമെങ്കിൽ ഇന്ന അടയാളങ്ങളുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ചില ഹദീസിൽ കാണാം അന്ത്യനാൾ സംഭവിക്കുകയില്ല തന്നെ എന്ന റസൂൽ. ചില ഹദീസിന്റെ ആരംഭം തന്നെ അന്ത്യനാൾ സംഭവിക്കുകയില്ല തന്നെ, ഇന്നത് സംഭവിക്കുന്നത് വരെ എന്ന് പറഞ്ഞുകൊണ്ട് പല ഹദീസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്ത്യനാൾ സംഭവിക്കണമെങ്കിൽ ഈ അടയാളങ്ങൾ കൂടി സംഭവിക്കണം എന്നാണല്ലോ അതിന്റെ ആശയം. ഉദാഹരണത്തിന് ഇമാം മഹദിയുടെ കടന്നുവരവ്, ദജ്ജാലിന്റെ കടന്നുവരവ്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കടന്നുവരവ്, യഅ്ജൂജ് മഅ്ജൂജ് എന്ന 2 സമൂഹങ്ങളുടെ കടന്നുവരവ്, ഭൂമിയുടെ നാശം, അങ്ങനെ തുടങ്ങി ഒരുപാട്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ 40 വർഷം നീണ്ടു നിൽക്കുന്ന ഭരണകാലഘട്ടം, ഇമാം മഹദിയുടെ 40 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഭരണകാലഘട്ടം, ദജ്ജാലിന്റെ വധം, അങ്ങനെ തുടങ്ങി. പിന്നെ ചെറുതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ചെറിയതായിട്ടുള്ള ഒരുപാട് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ പഠിപ്പിച്ചത് അന്ത്യനാളിന്റെ മുൻപോടിയായിട്ട് ഇത് വരും, അന്ത്യനാളിന്റെ മുന്നോടിയായിക്കൊണ്ട് അത് വരും, ഇത് വരും എന്നൊക്കെ ഒരുപാട് പറഞ്ഞത്. അപ്പോൾ അന്ത്യനാളിൽ ഈ യൗമുദ്ദീനിൽ വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളങ്ങളിലൊക്കെ വിശ്വസിക്കൽ കൂടി എന്താണ്? നിർബന്ധമാണ്. കാരണം റസൂൽ പറഞ്ഞ പ്രയോഗം എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ സംഭവിക്കുകയില്ല തന്നെ, ഇതൊക്കെ സംഭവിക്കാണ്ടെന്ന്. അപ്പൊ അന്ത്യനാൾ സംഭവിക്കണമെങ്കിൽ അതിന്റെ അനിവാര്യതയാണ് ഇന്ന അടയാളങ്ങൾ സംഭവിക്കുക എന്നതുകൂടി. അപ്പൊ യൗമുദ്ദീനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ അടയാളങ്ങളിൽ കൂടി വിശ്വസിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി യൗമുദ്ദീനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, യൗമുദ്ദീനിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക ഹദീസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന്, അന്ന് ഒന്നാമതായിക്കൊണ്ട് ഖബറിൽ നിന്ന് എണീറ്റ് വരുന്ന ആളാരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ആദ്യം വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അന്ന് എല്ലാവർക്കും തുലാസുകൾ ഉണ്ടാവുന്ന, ആ തുലാസിനെ കുറിച്ച് എല്ലാവരുടെയും അമലുകൾ തൂക്കപ്പെടുന്ന ആ ആയത്ത് ഏതാന്ന് പറയാൻ പറ്റും? ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൻ കാണും, ഒരു അണുമണി തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൻ കാണും. അന്ന് എല്ലാവരുടെയും തൂസൻ, എല്ലാവരുടെയും നന്മ തിന്മകൾ അളക്കപ്പെടും, തൂക്കപ്പെടും, തുലാസിൽ തൂക്കപ്പെടും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവാചക ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ അന്ന് അവിടെ വരുമെന്നുള്ളതും, എല്ലാ ജീവികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് നീതി കൊടുക്കുമെന്നുള്ളതും, അങ്ങനെ തുടങ്ങി അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് എന്തൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സിറാത്ത് പാലത്തൊക്കെ ഇതിലാ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ എത്രയോ ആയിരക്കണക്കിന് ചങ്ങലകൾ, ലക്ഷക്കണക്കിന് ചങ്ങലക്കണ്ണികളുള്ള ചങ്ങലയാൽ മലക്കുകൾ ഈ നരകം വലിച്ചു കൊണ്ടുവരപ്പെടും എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അങ്ങനെ തുടങ്ങി ഒരുപാട് വിശദീകരണമുണ്ട്. ശരിക്കും അന്ന് എന്താ സംഭവിക്കുക എന്നുള്ളതിന് ഒരു ഭയാനകമായ ഒരു സംഭവമാണ്. അന്ന് എന്തൊക്കെ സംഭവിക്കുന്ന, എങ്ങനെയാണ് നരകം വരിക, അതേപോലെ തന്നെ നരകത്തിലേക്ക് നമ്മൾ കടക്കും. ഒരു ഹദീസിൽ കാണാം, ആർക്കും നരകത്തിന്റെ ഒരു ഫീലിംഗ് കിട്ടാണ്ട് ആർക്കും സ്വർഗത്തിലേക്ക് കയറാൻ കഴിയില്ലെന്ന്. കാരണം സിറാത്ത് പാലത്തിന്റെ അടിയിലാണ് നരകം വരുന്നത്. സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ പല വേഗതയിലായിക്കൊണ്ട് പല ആൾക്കാരും സ്വർഗത്തിൽ കടക്കും എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ യൗമുദ്ദീനുമായി ബന്ധപ്പെട്ട ഹദീസിൽ കാണാൻ സാധിക്കും. ഒരുപാട് പറയാനുണ്ട്. പറഞ്ഞു വരുന്നത് വെച്ചാലും അപ്പോ യൗമുദ്ദീനിൽ സംഭവിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിക്കുമെന്ന് പറഞ്ഞതിലൊക്കെ നമ്മൾ വിശ്വസിക്കുക എന്താണ് നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ സിറാത്ത് പാലത്തിന്റെ വലുപ്പത്തെ കുറിച്ച് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ഒരു സാധനമുണ്ട്, മുടിയകളെക്കാളും ചെറുതായ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. അപ്പോഴേ ഈ മാലിക് യൗമുദ്ദീൻ പൂർണ്ണാവുള്ളൂ എന്ന്. ശരിക്കും മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ വെറൊരു ഫാത്തിഹക്കപ്പുറം ഒരുപാട് വിശ്വാസങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ വിശ്വസിച്ചാലേ മാലിക് യൗമുദ്ദീൻ നമ്മൾ ഓതാൻ നമുക്ക് അർഹത പോലുള്ളൂ എന്നാണ്.
അപ്പൊ ഇതൊന്നും വിശ്വസിക്കാതെ ഇതൊക്കെ തള്ളിക്കൊണ്ട് നമ്മൾ എന്താക്കാൻ പാടില്ല, ഇതിലേക്ക് ഈ ആയത്ത് ഓതാൻ നമുക്ക് അർഹത ഇല്ലാന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ പ്രത്യേകം പറയാൻ കാരണം മുഅ്തസില എന്ന 1000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഉടലെടുത്ത മുഅ്തസില എന്ന ഒന്നാമത്തെ പിയച്ച കക്ഷികളായിക്കൊണ്ട് നമ്മൾ പഠിച്ചത് ഖവാരിജുകളാണ്, ഷിയാക്കളാണ്, മുഅ്തസിലാക്കളാണ്. ആ മുഅ്തസിലാക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ഒരുപാട് പിയവുകളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത അവർ ആയിരുന്നു എന്നാണ്. അഥവാ നഖലിനേക്കാൾ അഖലിന് പ്രാധാന്യം കൊടുത്തു. പ്രമാണം വന്നാലും ബുദ്ധിക്ക് യോജിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ദുർബലമായ ബുദ്ധി വെച്ചുകൊണ്ട് അവർ പല പ്രമാണങ്ങളെയും അളക്കുകയും അതിനെ തള്ളുകയും ചെയ്തിരുന്ന സ്വഭാവക്കാരായിരുന്നു മുഅ്തസില വിഭാഗം. അവർ ഈ സിറാത്ത് പാലത്തെയും അങ്ങനെ തുടങ്ങി ദജ്ജാലിന്റെ വരവിനെ തുടങ്ങി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ എതിർത്തിരുന്നു. ആ ഒരു പ്രവണത ഇപ്പോഴും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും പ്രവണത കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയുടെ മാലിക് യൗമിദ്ദീൻ ഒരൊറ്റ ആയത്താണ്. ഇതിവിടെ ഉണ്ട്, ഇതിനൊന്നും നിഷേധിക്കാൻ പാടില്ല എന്നൊരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരും. ഇതാണ് നമ്മുടെ മാലിക് യൗമിദ്ദീനുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി ചേർത്ത് വായിക്കാനുള്ളത്. ഇനി നമുക്ക് ഇയ്യാക നഅ്ബുദൂൽ വരാം. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സംഭവമാണ്. കേരളത്തിൽ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച, ഒരുപാട് മുസ്ലിം സമൂഹത്തിൽ പല ഭിന്നിപ്പ് വരെ ഇയ്യാക നഅ്ബുദിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇയ്യാക നഅ്ബുദു എന്താണ് എന്നുള്ളത് പ്രാമാണികമായ തഫ്സീറുകൾ വെച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രാമാണികമായ തഫ്സീറുകൾ 2 നമ്മൾ പഠിപ്പിച്ചിരുന്നു, പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ഇബ്നു തൈമിയ്യല്ല, ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ് ഇബ്നു കസീർ. തഫ്സീറു അതിന്റെ ഒരു ഷോർട്ടാണ്, ഫി തഹ്ദീബ് അതിന്റെ ഒരു ഷോർട്ടാണ് ശരിക്കും. ഇത് ഷോർട്ടാണ്, അത് ഫുള്ളില്ല. ഇതിന്റെ 4 വാള്യം കൂടിയതാണ് ശരിക്കും തഫ്സീറു ഇബ്നു കസീർ. പിന്നെ 1ാം റാങ്ക് വേറെ ഒരു തഫ്സീർ നമ്മൾ കൊടുത്തത് ഒന്നുകൂടി ഉണ്ട്, ഹിജ്ർ ആൻഡ് അബറാറോ. ഇബ്നു മാജ ഹദീസ് പണ്ഡിതനാണ്. ഇനി പറയാം, കാരണം നമ്മൾ അറിയണം. കാരണം തൊബരി, തഫ്സീറു തൊബരി എന്നറിയപ്പെടും. അബൂ ജഅഫർ അത്തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി, അഥവാ അദ്ദേഹം മരണപ്പെടുന്ന ഹിജ്റ 310-ലാണ്. അപ്പൊ ജനിക്കുന്ന സ്വാഭാവികമായിട്ടും ഹിജ്റ 200-ലേക്കും. ഹിജ്റ 200 എന്ന് പറഞ്ഞ ആരെ കാലഘട്ടമാണ്? സ്വഹാബികളുടെ ശിഷ്യന്മാരായ താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചൊരു പണ്ഡിതൻ എഴുതിയ, അഥവാ ഏകദേശം 1000, 1200, 300 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ തഫ്സീർ ഇന്നും നിലനിൽക്കുന്ന അർത്ഥം. അത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നും നമ്മൾ ഫാത്തിഹയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ രചിച്ചത് നമ്മൾ പറഞ്ഞു. ആ തഫ്സീർ തൊബരിയെ വരെ ആരവലംബിച്ചിട്ടുണ്ട്? അതിന്റെ ഒരു 300-400 വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട തഫ്സീർ ഇബ്നു കസീറിൽ തഫ്സീർ തൊബരിയെ അവലംബിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന പല തഫ്സീറുകളും ആരവലംബിച്ചിട്ട് എഴുതിയത്? തഫ്സീർ തൊബരി അവലംബിച്ചിട്ട് എഴുതി. 1ാം റാങ്ക് മഹാന്മാരായ പണ്ഡിതന്മാരെ തഫ്സീർ തൊബരിക്ക് തന്നെ കൊടുത്തു. ആ തഫ്സീർ തൊബരിയിൽ എന്താണ് ഇയ്യാക നഅ്ബുദുവിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ പഠിക്കണം. തഫ്സീർ ഇബ്നു കസീറിൽ എന്താണ് പറഞ്ഞത് നമ്മൾ പഠിക്കണം. അതേപോലെ ആധുനിക തഫ്സീർ ആയിക്കൊണ്ട് അറിയപ്പെടുന്ന ഒരു തഫ്സീറാണ് തഫ്സീറു സഅദി. നമ്മൾ പറഞ്ഞത് ഈ തഫ്സീറുകളൊക്കെ നമ്മൾ അറിയണം. നമ്മുടെ അറിവിന്റെ സ്രോതസ്സുകളെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാവണം. അതേപോലത്തെ തഫ്സീറു സഅദി, അതേപോലെ തന്നെ 2001 മരണപ്പെട്ട സൗദിയിലെ ഉന്നത പണ്ഡിതനായ ഇബ്നു ഉസൈമിന്റെ തഫ്സീറു ഇബ്നു ഉസൈമീനിലക്കം ഇയ്യാക നഅ്ബുദുവിന്റെ ശറഹ് ആയിക്കൊണ്ട്, വിശദീകരണമായിക്കൊണ്ട് എന്തു പറഞ്ഞു എന്ന് നമ്മൾ അറിയണം. ഒന്നാമതായിക്കൊണ്ട് ഇതിന്റെ ഒരു വാക്കർത്ഥത്തിലേക്ക് നമുക്ക് എടുക്കാം. ഇയ്യാക നഅ്ബുദു എന്താണ്? ഇയ്യാക നഅ്ബുദു എന്ന് മാത്രം എടുക്കുകയാണെങ്കിൽ ഇയ്യാക്ക എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല, അങ്ങനെ ഒരു ആശയം ഇയ്യാക്കില്ല. ഇല്ല, ഇയ്യാക്ക മാത്രം കേട്ടോ നമ്മളെ വിഷയം. നിന്നോട് അതിന്റെ ആശയം. ഇയ്യാക്ക നിന്നോട്. നഅ്ബുദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പൊ എവിടെ മാത്രം? മാത്രം ഭയങ്കര ഇഷ്യൂ. നിങ്ങളിപ്പോ മാത്രം ഇല്ലാണ്ടാക്കിയ ഒരു സംഘടന പുതിയ ഉണ്ടാവും, ഇനി മാത്രം ഉണ്ടാക്കിയ വേറെ സംഘടന വേറെ ഉണ്ടാവും. അത് ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പൊ മാത്രം എന്നത് എങ്ങനെ വന്നു? ഏത് പരിഭാഷ എടുക്കുകയാണെങ്കിലും, അഥവാ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഏത് പരിഭാഷ എടുക്കുകയാണെങ്കിലും, മലയാള പരിഭാഷ എടുക്കുകയാണെങ്കിലും, ഇംഗ്ലീഷ് പരിഭാഷ എടുക്കുകയാണെങ്കിലും ഒരു മാത്രം കാണാൻ സാധിക്കും. ആ മാത്രം എവിടുന്ന് വന്നു? എവിടുന്ന് അണ്ടർസ്റ്റുഡ്? അങ്ങനെ അണ്ടർസ്റ്റുഡ് ആയ സാധനം ഇടയാൻ പറ്റുമോ? പറയാം. ഏകദൈവം ആയതുകൊണ്ട് നമുക്ക് ഇല്ലാത്തൊരാശയം ഖുർആനിൽ കൊടുക്കാൻ പറ്റും. പഠിച്ചു നമ്മളൊരു സാധനം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഖുർആനിൽ എന്തുണ്ടോ അതിലെ കൊടുക്കാൻ പറ്റുള്ളൂ.
അല്ല ഞാൻ പറഞ്ഞാല് ഖുറാന്റെ ട്രാൻസ്ലേഷൻ ഉണ്ടാവണ്ടേ. ഇപ്പൊ അറബിയിൽ ഉള്ളതല്ല നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇയാക്കന്റെ അസൽ ഇയാ പ്ലസ് അൻത ആണ് ഇയാക്ക. ഇയാ അൻത അത് കാ എന്ന് പറഞ്ഞാൽ അത് അൻത ലോപിച്ചിട്ടാണ് കാ ആയത്. അൻത നീ. ഇയാക്ക ഇയായ എന്ന് പറഞ്ഞാൽ എനിക്ക്, ഇയാക്കറ നിനക്ക്, ഇയാക്കി നിനക്ക് പെണ്ണിനോട് പറയും, ഇയാന ഞങ്ങൾക്ക്. നിന്റെ അസിലപ്പിയ കിട്ടൂല. എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബിയിൽ ഒരു കായിക ഉണ്ട്, നമ്മൾ പഠിച്ചു വെക്കണം. നമ്മൾ ഓരോരുത്തരും തഫ്സീർ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. തഫ്സീർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ട, അല്ല തഫ്സീർ ഓരോ മുസ്ലിമും പഠിച്ചിരിക്കേണ്ട ഒരു അറബിയിലെ ഒരു നിയമമാണ്. അറബിയിലെ ഒരു നിയമമാണ് ഖുദ്ദിമ അല ആമിലിഹി ലി ഇഫാദത്തിൽ ഹസ്ർ. അറബിയുടെ നിയമപ്രകാരം, ഘടന പ്രകാരം ഫിഅല് ഫായില് മഫ്ഊൽ ഇങ്ങനെ അറബി വരട്ടെ. ആദ്യം ഫിഅല് വരും. ഉദാഹരണത്തിന് ദഹബൽ വലതു, കുട്ടി പോയി. എവിടത്തേക്ക് പോയി? ഇലൽ മദ്രസ, മദ്രസയിലേക്ക് പോയി. അല്ലെങ്കിൽ അകല ത്വാലിബു, ത്വാലിബ് സ്റ്റുഡന്റ് തിന്നു. എന്ത്? മൗസ്, ഒരു പഴം തിന്നു. ഇങ്ങനെയാണ് ഈ ഒരു ഓർഡറിലാണ് അറബിയിൽ ഘടന വരേണ്ടത്. അഥവാ ആദ്യം ഫിഅല് വരണം, വെർബ് വരണം, പിന്നെ ഫായിൽ വരണം. ആ വെർബ് ചെയ്ത ആള്, ആക്ഷൻ ചെയ്ത ആളെ ഫായിൽ വരണം. അഥവാ അക്കല ത്വാലിബ് പറയുമ്പോൾ അക്കല ഫെയിലാണ്, ത്വാലിബ് ഫായിലാണ്. എന്തിനെ തിന്നു? മൗസിനെ തിന്നു. അഥവാ മഫ്ഊല് മൂന്നാമത് വരണം. അപ്പൊ ഫിഅല് ഫായില് ഇംഗ്ലീഷിലും ഉണ്ട് ഇങ്ങനെ ഒരു ഘടന. ഇംഗ്ലീഷിൽ ഏതാ ഫസ്റ്റ്? SOV അല്ലേ? SVO, സബ്ജക്ട് വെർബ് ഒബ്ജക്ട്. അങ്ങനെ ഓരോന്നിനും ഒരു ഘടന ഉണ്ട്. അറബിയിലെ ഘടന എന്ന് പറഞ്ഞാൽ ഫെയില് ഫായില് മഫ്ഊലാണ്. ഇസ്മു വരും. അങ്ങനെ ജുംല ഇസ്മി ഉണ്ട്, ഇസ്മു തുടങ്ങുന്നുണ്ട്, ജുംല ഫിഇലി ഉണ്ട്, ഫിഇല് തുടങ്ങുന്നുണ്ട്. ഒരു അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ ഫിഇല് ആദ്യം വരിക, ഫായില് വരിക, പിന്നെ മഫ്ഊല് വരിക എന്നുള്ള. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അറബിയിലെ ഒരു നിയമപ്രകാരം ഇപ്പോ ഇയാക്ക എന്ന പദം എന്താണ്? മഫ്ഊലാണ്. ഇയാക്ക എന്ന പദം നമ്മൾ മഫ്ഊലാണ്. മഫ്ഊല് മനസ്സിലായാലേ ഇയാക്ക മനസ്സിലാവുള്ളൂ. മഫ്ഊല് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മൾ പഴം തിന്നു പറഞ്ഞാൽ എന്തിനെയാണോ നമ്മൾ തിന്നത് ആ തിന്നപ്പെട്ട വസ്തുവിനാണ്, ഒബ്ജക്റ്റിനാണ് മഫ്ഊല് എന്ന് പറയാം. നമ്മൾ ഒരുത്തനെ അടിച്ചു, അടിക്കപ്പെട്ട വ്യക്തിയാണ് മഫ്ഊല്. നമ്മളൊരു സ്ഥലത്തേക്ക് പോയി, നമ്മൾ പോകപ്പെട്ട സ്ഥലമാണ് മഫ്ഊല്. നമ്മളൊരു സ്ഥലത്തിന് ചവിട്ടിപ്പോ ഈ ടെനിസുമ്പ് ചവിട്ടിയാൽ ചവിട്ടപ്പെട്ട ആ സ്ഥലമാണെന്ത്? മഫ്ഊല് എന്ന് പറയും. അങ്ങനെ മഫ്ഊൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെയാണോ, എന്തിന്റെ മേലാണോ ആക്ഷൻ സംഭവിച്ചിട്ടുള്ളത് ആ സംഭവിക്കപ്പെട്ട വിഷയത്തിനാണ് മഫ്ഊൽ എന്ന് പറയുന്നത്. അപ്പൊ ഇയ്യാക്ക നഅ്ബുദു, ഇയ്യാക്ക എന്താണ്? മഫ്ഊലാണ്. നഅ്ബുദു എന്ന ഒറ്റ വാക്ക് എന്താണ്? ഫിഇലും ഫായിലും ഈ നഅ്ബുദുലുണ്ട്. നഅ്ബുദുൽ എവിടെ ഫിഇൽ, ഏതാ ഫായില്? ലമീർ ആണ് ഫായില്. നഅ്ബുദുല് നഹ്നു പ്ലസ് യഅ്ബുദു ആണ് നഹ്നു ആയത്, അല്ല നഅ്ബുദു ആയത്. നഹ്നു എന്താണ്? ഫായിലാണ്. യഅ്ബുദു എന്താണ്? ഫിഅലാണ്. അപ്പൊ നഅ്ബുദു എന്ന ഒറ്റ വാക്ക് ഫിഇലും ഫായിലും, ഇയ്യാക്ക എന്ന ഒറ്റ വാക്ക് മഫ്ഊലുമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഫിഇലിനെയും ഫായിലെയും മഫ്ഊല് മുൻകടന്നാൽ ഏതാണ് മഫ്ഊല്? ഇയ്യാക്ക. ഒന്നുകൂടി മനസ്സിലാക്കുക, ഇത് മനസ്സിലാക്കിക്കണം. ഫിഇലിനെയും ഫായിലിനെയും, അത് ഇയ്യാക്ക നഅ്ബുദു മാത്രമല്ല, ദുനിയാവിലെ ഏത് അറബിയിൽ നമ്മൾ ഏത് സെന്റൻസ് എടുക്കാനും ഫിഇലിനെയും ഫായിലെയും മഫ്ഊല് മുൻകടന്നു കഴിഞ്ഞാൽ അത് ഹസുറിന്റെ അർത്ഥം നൽകുമെന്ന് പണ്ഡിതന്മാർ പറയും. ഹസുർ എന്ന് പറഞ്ഞാൽ മാത്രം എന്ന അർത്ഥം അങ്ങനെയാണ് കിട്ടുക. ഫിഇലിനെയും ഫായിലിനെയും മഫ്ഊല് മുൻകടന്നാൽ അത് ഹസുറിനെ സൂചിപ്പിക്കും. അഥവാ മാത്രം, ഓൺലി എന്ന ഒരു ആശയം അങ്ങനെ കടന്നു വരുന്ന. അപ്പോ ഇയാൾക്ക് മാത്രം എന്ന അർത്ഥം കൊടുക്കൽ നിർബന്ധമായി, കാരണം മുൻകടന്നല്ലോ. പിന്നെ മാത്രം ഒന്നും കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂല. മാത്രം അങ്ങനെ കടന്നു വരുന്നത്, അല്ലാണ്ട് ഒരു പദമായിട്ടില്ല. അപ്പൊ ശരിക്കും അറബിന്റെ ഒരു അത്ഭുതം നോക്കി, ഒരു പദം കൊണ്ടല്ല മാത്രം എന്നുള്ള അർത്ഥം വന്നത്. മാത്രം എന്ന് പറയുന്നത് ഇയ്യാക്ക നഅ്ബുദുലില്ല, അറബിയിലുണ്ടല്ലോ. ഇപ്പൊ ഫഖത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഓൺലി എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ ഉണ്ട്. അപ്പൊ എല്ലാ ഭാഷയിലുള്ള പോലെ ഉണ്ട്. പക്ഷെ ഒരു ഘടന മാറിയപ്പം ഹസറിന്റെ അർത്ഥം വരിക, മാത്രം എന്ന അർത്ഥം വരിക എന്ന് പറഞ്ഞാൽ ശരിക്കും അറബിയുടെ മാത്രം ഒരു അത്ഭുതമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ സാധനമാണ് നമുക്ക്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അറബിയുടെ മാത്രം. അപ്പോൾ മാത്രം എങ്ങനെ വന്നപ്പോ ചില ആൾക്കാർ, സൂഫികളായ ആൾക്കാർ ഈ മാത്രം ഒഴിവാക്കാറുണ്ട്. കേരളത്തിൽ ഇറങ്ങുന്ന പല പരിഭാഷയും മാത്രമില്ല. സൂഫികളിൽ നിന്ന് ഇറങ്ങുന്ന, അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലില്, ഇന്റർനാഷണൽ ലെവലില് ചിലപ്പോൾ ഷിയാക്കളെ പരിഭാഷ നമുക്ക് ആർക്കും പരിശോധിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതിലും ചിലപ്പോൾ മാത്രം ഉണ്ടാവില്ല. കാരണം മാത്രം ഉണ്ടാക്കിയ ഒരുപാട് പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്തൊക്കെ നമ്മൾ പറയും. അപ്പൊ മാത്രം എങ്ങനെ വന്നു വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നമുക്ക് വലിയ അറിവൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് എന്താ നമ്മൾ പറയാം, അറബിയിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട്. അത് ആർക്കും, അത് ശരിക്കും സുന്നി മുജാഹിദും ജമാഅത്തും ആർക്കും വ്യത്യാസമില്ല. ഷിയാക്കൾക്കും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ഇങ്ങനെ ഒരു നിയമമുണ്ട് എന്നുള്ള കാര്യത്തിൽ.
സംഘടനാഭേദമന്യേ അറബിന്റെ നിയമം ഒരിക്കലും സംഘടന മാറുമ്പോൾ മാറൂലല്ലോ. ഏത് സംഘടനക്കാർക്ക് ഒറ്റ അറബിയുള്ളൂ. അറബിയിലെ ഒറ്റ നിയമമുള്ളൂ. ഇതാണ് ഫീലിനെയും ഫായിലെയും മഫ്ഊലും മുൻകടന്നാൽ ഹസുറിന്റെ മാത്രം എന്ന അർത്ഥം വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇയ്യാക നസ്തഈനു അതാണ് വിഷയം. നസ്തഈൻ എന്ന് പറഞ്ഞാൽ എന്താ? നഹ്നു പ്ലസ് യസ്തഈനു ആണ് നസ്തഈൻ. ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം അല്ലല്ല, നിന്നോട് മാത്രം, നിന്നെ മാത്രം, നിന്നോട് മാത്രം സഹായം തരുന്നു. അങ്ങനെയാണ് മാത്രം വരിക എന്ന് മനസ്സിലാക്കുക. അത് അങ്ങനെയാണ് മാത്രം കടന്നു വരുന്നത്. അപ്പൊ ഇയ്യാക നസ്തഈനിൽ മാത്രം വരുന്ന അങ്ങനെയാണ്, നഅ്ബുദുലും നസ്തഈനിലൊക്കെ മാത്രം കടന്നു വരുന്ന അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. നിഷേധിക്കുന്നത് ഈ മാത്രം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. മാത്രം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പലരും നിഷേധിക്കുന്നത്. യെസ്, അതെ. ഇബാദത്ത് അല്ലാത്ത ആൾക്ക് കൊടുക്കാൻ കഴിയില്ല. അംഗീകരിക്കുന്നില്ല ഈ അറബിയിലെ ഘടന അങ്ങനെ. അല്ല, അവരംഗീകരിക്കും, പക്ഷെ സാധാരണക്കാർക്ക് അറിയില്ലല്ലോ അങ്ങനെയാണ് നിയമം എന്നല്ല. ആ ധൈര്യത്തിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അങ്ങനെയാണ്. സാധാരണക്കാർക്ക് ഇൽമില്ല എന്നതിന് മുതലെടുത്ത് ഒറ്ററിയാം, വല്ലാഹി ഒറ്ററിയാം. കാരണം ഓല് ഏറ്റവും കൂടുതൽ ദർസ് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഫഖർ ഉണ്ടാവുന്ന ഒരു കാര്യമുണ്ട്. അറബി ഭയങ്കര അറിയാവുന്ന ഒരു ചിന്ത ഉണ്ട്. ഒരു അൽഫിയ, എല്ലാ അറബിയും പല ആൾക്കാരെ കണ്ട് ഏറ്റവും കൂടുതൽ അറബി നല്ലോണം പഠിക്കുന്ന ഒരു കൗമ കൂടി ഓരോന്നും. അൽഫിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും നഹ്വിന്റെ ഗ്രാമറിന്റെ, അറബി ഗ്രാമറിന്റെ ഏറ്റവും വലിയ ഗ്രന്ഥം. അതൊക്കെ ഇങ്ങനെ കലക്കി കുടിച്ച് മനപ്പാടാക്കി മനുഷ്യന്മാരവര്. പക്ഷെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെ പറ്റി പറഞ്ഞില്ലേ, അവരുടെ സമനൻ കലീല, ചെറിയ തുട്ടുകൾക്ക് വേണ്ടി ഖുർആന്റെ ചില കാര്യങ്ങളെ മറച്ചു വെക്കുന്നു എന്ന് ജൂതന്മാരെ കുറിച്ച്, ജൂത റബ്ബാനികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതാണ് സംഭവം. ആ കറക്റ്റ് സ്വഭാവമാണ്. ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഖുർആന്റെ ചില ആശയങ്ങൾ അങ്ങനെ തന്നെ മറച്ചു വെക്കുക. ആ മാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമുണ്ട്. അല്ലാത്ത ആൾക്കാർ ഇബാദത്ത് കൊടുക്കാം, അല്ലാത്ത ആൾക്കാരോട് വിളിച്ച് സഹായം തരണം. അങ്ങനെ തുടങ്ങി ഷിർക്കിന്റെ വലിയൊരു ബാബ് തന്നെ ഈ മാത്രം ഒഴിവാക്കിയ തുറക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് മാത്രം ഒഴിവാക്കാൻ പലർക്കും ഇത്ര ഒരു ഇംഗതി എന്ന് പറയും. അപ്പൊ നമ്മളത് പൊളിച്ചടക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു നിയമമുണ്ട്. ഇല്ലാന്ന് പറഞ്ഞവനാണ് തെളിവുണ്ടായിരുന്നത്. ഉണ്ട്, അതെ. അല്ല, ശരിക്കും ഒരുപാട് സമസ്ത ഇറക്കുന്ന അല്ലെങ്കിൽ സൂഫികൾ ഇറക്കുന്ന പല തഫ്സീറിലും മാത്രമുണ്ട്. പിന്നെ ഈയൊരു അടുത്ത കാലത്താണ് ഈ മാത്രമൊക്കെ ചില തഫ്സീറുകൾ ഇങ്ങനെ കട്ടാക്കും. അങ്ങനെ ഈ ഇതിങ്ങനെ കൂടി ഇങ്ങനെ ദേഷ്യം കൂടുമ്പോൾ മാത്രമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതാണ് അറബിയിലെ നിയമം. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും എന്താ തെളിവ്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് സത്യമാണല്ലോ, അപ്പൊ നിഷേധിക്കുന്നവനാണ് തെളിവ് കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇങ്ങനെ ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. അറബി എന്ന ഭാഷ റസൂലുള്ളാഹിന്റെ കാലത്ത്, അതായത് അതിനു മുമ്പുള്ള ഭാഷയാണ്. അന്ന് മുതൽ ഈ നിയമമുണ്ട്. മഫ്ഊലിനെ ഫീലിനെയും ഫായിലെയും മഫ്ഊല് മുൻകടന്നാൽ ഹസുറിന്റെ മാത്രത്തിന്റെ അർത്ഥാണ് വരിക എന്ന് റസൂലുള്ളാഹിന്റെ കാലം മുമ്പേ ഈ നിയമമുണ്ട്. അപ്പൊ ഒരു ഭാഷയുടെ അടിസ്ഥാന നിയമത്തിൽപ്പെട്ട ഒരു നിയമത്തെ പെട്ടെന്ന് ഒരുത്തൻ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇല്ലാണ്ടാകുക? അപ്പൊ നമ്മൾ ചോദിക്കണം ഇല്ല എന്ന് പറയാൻ എന്താ തെളിവ്? അപ്പൊ ഒരു അറബിയിൽ ഒരു നിയമം പറഞ്ഞുതരാൻ കഴിയണം നമുക്ക്. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുതരാൻ കഴിയില്ല. മഫ്ഊല് അങ്ങനല്ല, മഫ്ഊൽ ആദ്യം വരില്ല. ഫിഇലിനെയും ഫായിലെയും മഫ്ഊല് മുൻകടന്നു. ശരിക്കും ഫിഇലിനെയും ഫായിലെയും അടിസ്ഥാനപരമായി മുൻകടക്കാൻ പാടില്ല. മുൻകടന്നാൽ ഇങ്ങനെ അർത്ഥം വരും. ഇയ്യാക നഅ്ബുദുവിനേക്കാളും നല്ലൊരു എക്സാമ്പിൾ ശരിക്കും ഖുർആനിൽ വേറെ ഇല്ല. ഇയ്യാക നസ്തഈനും അങ്ങനെ തന്നെ. ഈ നസ്തഈൻ എന്ന് പറഞ്ഞാൽ സഹായം തേടുന്നു. ഇയ്യാക ശരിക്കും ഇപ്പൊ നമുക്ക് ഇതിന്റെ തഫ്സീറിൽ കാണാം. ശരിക്കും വരേണ്ടത്, ഘടനാപ്രകാരം വരേണ്ടത് നഅ്ബുദു ഇയ്യാക വ നസ്തഈനു ഇയ്യാക എന്ന ശരിക്കും വരേണ്ടത്. പക്ഷെ ഈ അർത്ഥം മാത്രം എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഘടന മാറ്റി. ഇയ്യാക എന്ന മഫ്ഊലിനെ അല്ലാഹു നസ്തഈനുവിന്റെ മുമ്പിലിട്ടു. ഇയ്യാക എന്ന മഫ്ഊലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നഅ്ബുദുവിന്റെ മുമ്പിലിട്ടു. സാഹിത്യത്തിന്റെ ഒരു അടയാളം കൂടിയാണ്. യെസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണല്ലോ. സാഹിത്യപരമായി അള്ളാഹിന്റെ ഒരു കലാമാണ്. അള്ളാഹു എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ്. അള്ളാഹിന്റെ ഓരോ അക്ഷരങ്ങൾ പോലും പെർഫെക്ഷൻ ആണ്. ആ പെർഫെക്ഷന്റെ ഭാഗമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഒരു വാക്കില്ലാതെ ഘടന കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥങ്ങൾ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഫിഇലിന്റെയും ഫായിലിന്റെയും മുമ്പ് മഫ്ഊല് വരിക, അല്ലെങ്കിൽ ഫിഇലിന്റെയും ഫായിലിന്റെയും മഫ്ഊല് മുൻകടന്നു കഴിഞ്ഞാൽ ഹസുറിന്റെ അർത്ഥം വരുന്ന പണ്ഡിതന്മാർ പറയും. ഹസുർ എന്ന് പറഞ്ഞാൽ മാത്രം എന്ന ആശയം വരുന്നു. നമ്മൾ പഠിക്കണം ശരിക്കും. ഇത് അറബിക്ക് ഈ നിയമം പറയുന്നത് അൽഫിയ. അതേപോലെ തന്നെ നമ്മളൊക്കെ പഠിക്കുന്ന ഒരു നഹ്വുൽ വാദിഹ് എന്ന് പറഞ്ഞ കിതാബുണ്ട്. ഒരു 5-6 വാള്യുണ്ട്. അത് പഠിച്ചാലൊക്കെ നമുക്ക് ഇത് മനസ്സിലാവും. നഹ്വുൽ വാദിഹിലൊക്കെ ഉണ്ടാവും.
നഹുൽ വാദി. പിന്നെ ഒരുപാട് അറബി ഗ്രന്ഥങ്ങളുണ്ട്, ഗ്രാമർ, ഷുദൂർ ദഹബ്, ഇതൊക്കെ ഷദൽ ഹർഫ്, ഇതൊക്കെ അറബി ഗ്രാമർ ഉള്ളത്. അറബി ഗ്രാമറിൽ എല്ലാ ഇതിലും പറയുന്ന ഒരു ചർച്ചയാണ് ശരിക്കും. ഫീലും ഫായിലാണ് ആദ്യം വേണ്ടേ, മനസ്സിലായത് എന്തുകൊണ്ട് മാത്രം വന്നതല്ല. അപ്പൊ നമ്മൾ പഠിക്കണം. നമ്മൾ ശരിക്കും സാധാരണക്കാര് പോലെ ആവാൻ പാടില്ല. നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ്. ഓ അൽഹംദുലില്ലാ. അപ്പൊ ഇൻഷാ അല്ലാഹ്, അപ്പൊ ഇയ്യാക നഅ്ബുദു അപ്പൊ മനസ്സിലായി, ഇയ്യാക നസ്തഈനും മനസ്സിലായി. ഇനി ഇതിന്റെ ഇതിന്റെ അടുത്തൊരു ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി. ഇയ്യാക നസ്തഈന്റെ ആശയം എന്താ? അപ്പൊ നമ്മൾ അല്ലാഹു മാത്രമാണോ സഹായം തേടാറുള്ളത്? ഇത് അടുത്തൊരു വിഷയം. അല്ല, അതിന്റെ ചോദ്യം ഇതാണ്, വളരെ വ്യക്തമാണ്. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ എന്നാ. അതെ. പിന്നെ എന്തുകൊണ്ട് നമ്മൾ അന്തല്ലാത്ത ആൾക്കാരോട് സഹായം തേടാറുണ്ട്? അത് ഇപ്പൊ ഭൗതിക പോട്ടെ. ചോദ്യം ഇതാണ്, ഇയ്യാക തേടാൻ പാടില്ലല്ലോ. അള്ളാഹിനോടൊന്നും അവിടെ ഇയ്യാക്ക് നിന്നോട് മാത്രമേ ആ വാക്ക് വേറൊരു വാക്കാണല്ല, ഇസ്തിആനത്ത് എന്നുള്ള ഒറ്റ വാക്കാണ് ഉപയോഗിച്ചത്. സഹായം തേടുക, പരസ്പരം സഹായം തേടുന്ന ഇസ്തിആനത്ത് എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തേടുക. നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ അതിൽ ശരിക്കും വേറൊരു ചർച്ച കൊണ്ടുവരണമെങ്കിൽ തെളിവാണ് നമുക്ക്. ശരിക്കും നമ്മളൊരു ചായ ഉണ്ടായിക്കൊണ്ടാന്ന് പറയുന്ന പോലും ഇസ്തിആനത്തിൽ പെടും. പിന്നെ എന്തുകൊണ്ട്? അപ്പൊ ശരിക്കും നമ്മളൊക്കെ ചെയ്ത് ശിർക്കാന്ന് പറയേണ്ടി വരും. അതിന്റെ ഉത്തരം ഭൗതിക സഹായമാണ് ഉദ്ദേശിക്കുന്നത്. അതിന് തെളിവ് എവിടെയാണ്? ഒരാൾ ചോദിച്ചാൽ എന്താ പറയാ? അല്ല, കഴിയുന്നുള്ളത് പോട്ടെ, ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പറ്റുന്നുള്ളത് ശരിക്കും അതിനുള്ള തെളിവല്ല. നമ്മളിപ്പോ ചർച്ച പക്ക നമ്മുടെ ഇസ്ലാമികമായിട്ട് ചർച്ച എടുക്കുകയാണെങ്കിൽ ഇയ്യാക നസ്തഈന്റെ ആശയം നമ്മൾ പറഞ്ഞാൽ നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ പടച്ചോനെ എന്നാ പറയുന്നത്. അപ്പൊ അതിന്ന് അങ്ങനെ നമ്മൾ മനുഷ്യന്മാരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായത്തെ നമ്മൾ എങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല ശരിക്കും. മാത്രം എന്ന് പറഞ്ഞു പോയി. അപ്പൊ ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ മാത്രം ഒഴിവാക്കുന്ന നന്നാവും തോന്നിപ്പോ. ഈ സഹായം ആ സഹായം വ്യത്യാസമുണ്ട്. അള്ളാഹിനോട് സഹായം തേടുന്നത് പക്ഷെ അന്ന് രണ്ടാക്കി പഠിപ്പിച്ചൊന്നുമില്ലല്ലോ സൂറത്തില്. ഈ ആയത്തുനിന്ന് കിട്ടും അതിന് ഉത്തരം. ഫിലിമായിരുന്നു മാത്രം എന്നുള്ള വരുള്ളൂ. മാത്രം വന്നു പോയി. അതുകൊണ്ട് പിന്നെ വേറെ വകുപ്പില്ല. പരിഭാഷ ഒക്കെ കിട്ടൂലേ? അതെ, മാത്രമേ തേടാൻ പറ്റുള്ളൂ എന്നുണ്ട് സഹായം. അപ്പൊ എന്താ അതിന്റെ ഉത്തരം? എന്തു പറയാം? അനുവദിച്ച സഹായങ്ങൾ അങ്ങനെ പറയണ നമുക്ക് മറ്റൊരു തെളിവാണ്. മറ്റൊരു ആയത്തുകൾ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രശ്നം തീരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം തേടിയിട്ടുണ്ട്, നമ്മൾ തേടുന്നുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് കിട്ടുന്നു? വലിയ ഈ ആയത്തിറങ്ങിന്റെ ശേഷം റസൂൽ തേടിയിട്ടില്ലേ? അങ്ങനെയൊക്കെ വേണം നമ്മൾ ചിന്തിക്കാം. വേണമെങ്കിൽ കുറെ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാമല്ലോ. അല്ല, ശരിക്കും നമ്മളെ വർത്താനം തെളിവല്ല. ആയത്ത് എവിടെയെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ശരിക്കും ഒരു 500 വർഷം മുമ്പ് ഉള്ള ഒരു വ്യതിയാന കക്ഷികൾ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്ത് ആരോടും സഹായം തേടാൻ പാടില്ല, എല്ലാം ശിർക്കാന്ന് പറയുന്ന മനുഷ്യന്മാരൊക്കെ ഒരു 500-600 വർഷം മുമ്പ് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. സൂഫികളിൽ തന്നെ വളരെ അങ്ങേയറ്റം തീവ്രത കൂടിയ കുറെ വിഭാഗക്കാരുണ്ട്. അതിൽപ്പെട്ട ആൾക്കാർ. അപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരം? ആർക്കും തേടാം, അല്ല ആർക്കും പറയാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇതൊരു നമുക്കൊരു പ്രൊജക്റ്റോ അസൈൻമെന്റ് ഒന്നല്ല. നിങ്ങളൊന്ന് പഠിച്ചു വരിക, ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുക. അമാനിമലയുടെ തഫ്സീറിന് ചിലപ്പോൾ ഇതിൽ ഉത്തരം ഉണ്ടാവും. അമാനിമലയുടെ തഫ്സീർ തന്നെ മതിയാവും. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ വരുന്ന പ്രസംഗങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്ന ഉത്തരം അതുമായിട്ട് വരിക. അപ്പൊ നമുക്കൊരു ചർച്ചയ്ക്ക് കുറച്ചുകൂടി ഒരു ചർച്ച ഒന്ന് കൊഴുക്കും. അപ്പൊ കുറച്ചുകൂടി രസമാവും, പഠിക്കുകയും ചെയ്യും. കഴിഞ്ഞിട്ട് അപ്പൊ അല്ലാഹു സുബ്ഹാന. അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു നമ്മുടെ ജീവിതത്തിലും ഒരു പഠന രീതി കടന്നു വരും. നമ്മൾക്കും ശരിക്കും വെച്ചാൽ ഇങ്ങനെ കേട്ടിങ്ങനെ തയങ്ങിയിട്ടേ ശീലമുള്ളൂ. അതിനപ്പുറം നമ്മളും പഠിക്കും. നമ്മളും തഫ്സീർ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ അന്വേഷിച്ച് പഠിക്കും. നമ്മൾ ഈ തഫ്സീർ ഇബ്നു കസീർ അറബി അറിയില്ലെങ്കിലും തഫ്സീർ ഇബ്നു കസീർ ഇംഗ്ലീഷ് ലഭ്യമാവും. നമ്മളൊക്കെ ഡൗൺലോഡ് ചെയ്ത് തഫ്സീർ ഇബ്നു കസീർ നമ്മളൊന്ന് പഠിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പണ്ഡിതോദ്ധരണികൾ നമ്മൾ തേടിപ്പോവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അവസരം ഇവിടെ നേരെ ഇപ്പോൾ അത്യാവശ്യം അറബി അറിയുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അത്യാവശ്യം ഷെയ്ഖ് അനസിനോട് വെച്ച് ചിലപ്പോൾ അനസ് പറഞ്ഞുതരും. എന്നിട്ട് ഷെയ്ഖ് അനസിനോട് ഏത് കിതാബിലാണ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു പണ്ഡിത ബന്ധുവായി
അപ്പൊ അങ്ങനെ നമ്മളും എന്താവും ഒരു താലിബുലിമായി മാറും, ഔദ്യോഗികമായിട്ട് ഒരു സ്റ്റുഡൻ്റായി മാറും. അപ്പൊ അങ്ങനെ ഒരു അവസരം മുതലെടുക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോഴാ കുറച്ചുകൂടി രസം ഉണ്ടാകും. പിന്നെ എല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ രസം ഉണ്ടാവില്ല. ഒരു പ്രൊജക്റ്റ് ആയിട്ട് ഒരു ക്യൂരിയോസിറ്റിക്ക് സമ്മാനം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. സമ്മാനം ഉണ്ടാവും ഓ ഇൻഷാ അല്ലാഹ്. അപ്പൊ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ വളരെ താല്പര്യത്തോടെ എന്നും ഖുർആനിന്റെ പഠിതാക്കളാക്കി നമ്മളെ നിലനിർത്തി തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നന്മയിൽ തുടർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمسلمين والمسلمات وأقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم والسلام عليكم ورحمة الله وبركاته.